വടകര നഗരസഭയുടെ സമഗ്ര കായിക വിദ്യാഭ്യാസ പദ്ധതിയായ ദിശ ടീമിൽ നിന്നും ജില്ലാ സംസ്ഥാന ടീമിലേക്ക് അവസരം ലഭിച്ചവർക്കുള്ള അനുമോദനം നാളെ വൈകിട്ട് 5 മണിക്ക് നഗരസഭാ സാംസ്കാരിക ചത്തുരത്തിൽ വെച്ച് നടക്കുമെന്ന് നഗരസഭാ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നമ്മൾ 2 വർഷം പൂർത്തിയാക്കി 3-ാം വർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് എന്താണോ നമ്മൾ ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യത്തിലേക്ക് വളരെ അടുത്ത് വരുന്ന നല്ല റിസൾട്ടാണ് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മളിത് തുടങ്ങുന്ന സമയത്ത് തന്നെ വടകര നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്നും കുട്ടികളെ സെലക്ട് ചെയ്തുകൊണ്ട് കൃത്യമായി രാവിലെ 6 മണി മുതൽ 7:30 വരെ വളരെ കൃത്യമായി നമ്മുടെ ഈ പരിശീലനം നടന്നു വരുന്നു എന്നുള്ളതാണ്. വോളിബോൾ, ഫുട്ബോൾ, ബാസ്ക്കറ്റ്ബോൾ, അത്ലറ്റിക്സ്. 6 മണി എന്ന് പറഞ്ഞാൽ 6 മണിക്ക് കുട്ടികൾ വരുന്നു എന്നുള്ളത് അവരുടെ ജീവിതചര്യയിൽ ഉണ്ടാക്കിയ ഒരു മാറ്റം. നമ്മൾ നേരത്തെ അതിൻ്റെ രക്ഷിതാക്കളൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ വീടുകളിലുണ്ടായിട്ടുള്ളൊരു മാറ്റം, ഒരു കായിക സംസ്കാരം എന്ന് പറയുന്നത് നമ്മളന്ന് ലക്ഷ്യം വെക്കുമ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിലുള്ളൊരു മാറ്റം കുട്ടികൾക്ക് കാണാൻ സാധിച്ചു. ഇപ്പോൾ 2-ാം വാർഷികത്തിലെത്തി നോക്കുമ്പോൾ നമ്മൾ ഒരു താലൂക്ക് തല കായിക മേള തന്നെ സംഘടിപ്പിച്ചു. നമ്മൾ വടകര നഗരസഭ പരിധിയിലാണ് ദിശ ആരംഭിച്ചതെങ്കിലും അതിൻ്റെ 2-ാം വാർഷികത്തിൽ താലൂക്ക് തല കായിക മേള സംഘടിപ്പിച്ചപ്പോൾ ആയിരക്കണക്കിന് കുട്ടികൾ അതിൻ്റെ ഭാഗമായിട്ട് 10-60 സ്കൂളുകളിൽ നിന്നും താലൂക്കിലെ വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസ്. അപ്പോൾ അന്ന് ആ പരിപാടി നടന്നപ്പോൾ സത്യത്തിൽ ഒരു സ്റ്റേറ്റ് മേളയുടെ ഒരു നല്ലൊരു ആർജവത്തോടു കൂടിയാണ് ആ മേള നടന്നത്. നല്ല കുട്ടികൾ അതിലുണ്ട്. അപ്പോൾ കായിക മേഖലയ്ക്ക് നല്ലൊരു ഉണർവ് നമ്മുടെ ഈ ദിശയിലൂടെ സാധ്യമാകുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. നമ്മളിത് ആദ്യം ഉദ്ഘാടനം ചെയ്ത ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മളെ വി അബ്ദുറഹ്മാൻ സാറ്, കേരള സ്പോർട്സ് വകുപ്പ് മന്ത്രി, അതിനുശേഷം 2-3 തവണ നമ്മുടെ ഈ ക്യാമ്പ് സന്ദർശിക്കാൻ ഇടയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ വടകര മാതൃക കേരളത്തിൽ ആകമാനം വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം, അതിനുവേണ്ടി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ പരിപാടികൾ ആസ്വദിക്കണം. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ്. അപ്പോൾ ആദ്യ വർഷം തന്നെ നമ്മുടെ ദിശയുടെ കായിക താരങ്ങൾ സബ് ജില്ലാ തല മത്സരങ്ങളിൽ വളരെ വലിയ മികവ് കാണിച്ചു. അതായത് നമ്മൾ ആദ്യ സമയങ്ങളിൽ ഒരു ഫിസിക്കൽ ട്രെയിനിങ് നല്ലൊരു മാറ്റമാണ്. ഉപജില്ലാ തല മത്സരങ്ങളിൽ എല്ലാം ദിശയുടെ കായിക താരങ്ങളാണ്. അത്ലറ്റിക്സിൽ, ഓട്ടത്തിൽ, ചാട്ടത്തിൽ, എറിയലിൽ എല്ലാം വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസാണ് കാഴ്ചവെക്കാൻ സാധിച്ചത്. തലത്തിലായിരുന്നുവെങ്കിൽ അത് ജില്ലയിലും സംസ്ഥാന തലത്തിലേക്കും വളർന്ന് ദിശ അതിൻ്റെ ഒരു മികവ് വലിയ ഉയരങ്ങളിലേക്ക് പോകുന്ന ഒരു സന്തോഷം കൂടി പങ്കുവെക്കാനാണ് നിങ്ങളെ ഇന്ന് ക്ഷണിച്ചുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇൻ്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെൻറ്റ് സംസ്ഥാന തലത്തിൽ ആ മത്സരം നടന്നപ്പോൾ 9 ഫുട്ബോൾ താരങ്ങളാണ് നമ്മുടെ ദിശയുടെ കുട്ടികൾ അഭിമാന താരങ്ങളായിട്ട് മാറിയത്. അപ്പോൾ സ്റ്റേറ്റ് തലത്തിലുള്ള ബെസ്റ്റ് പ്ലെയർ നമ്മുടെ ദിശയുടെ കുട്ടിയാണ്. ബെസ്റ്റ് ഗോൾ കീപ്പർ നമ്മുടെ ദിശയുടെ കുട്ടികളാണ്. 12 ഗോളാണ് നമ്മുടെ ഒരു കുട്ടി കഴിഞ്ഞ ഇൻ്റർ സ്പോർട്സിൽ അടിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ നല്ല മുന്നേറ്റം ഉണ്ടാക്കുന്ന ദിശ കായിക താരങ്ങളെ നഗരസഭയുടെ നേതൃത്വത്തിൽ ഒന്ന് ആദരിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. നേരത്തെ 1-2 തവണ നമ്മൾ പരിപാടികൾ വെച്ചിട്ടുണ്ട്. ഈ ഏറ്റവും മികച്ച സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും മികച്ച നേട്ടങ്ങൾ കൈവരിച്ച ദിശാ താരങ്ങളെ നഗരസഭയുടെ നേതൃത്വത്തിൽ അനുമോദിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചടങ്ങ് 31-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് സാംസ്കാരിക ചത്തുരത്തിൽ വെച്ച് ചേരുന്നുണ്ട്. അത് നമുക്ക് നല്ല രീതിയിലുള്ളൊരു പരിപാടിയാക്കി അത് മാറ്റാൻ കഴിയും. അതിന് നിങ്ങളുടെ നല്ല പിന്തുണ വേണം എന്ന് അഭ്യർത്ഥിക്കാൻ കൂടിയാണ് ഇപ്പോൾ ഇത് വിളിച്ചിട്ടുള്ളത്. നമ്മളെ ഈ ചടങ്ങ് ഫുട്ബോൾ അസോസിയേഷൻ്റെ സെക്രട്ടറി ശ്രീ ഷാജിഷ് ഉദ്ഘാടനം ചെയ്യും. ചെയർപേഴ്സണും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും പിന്നെ നമ്മുടെ ദിശയുടെ കായിക താരങ്ങളും കോച്ചുമാരും രക്ഷിതാക്കളും എല്ലാം ഈ പരിപാടിയിലുണ്ടാവും. അപ്പോൾ വളരെ വിപുലമായ ഒരു പരിപാടിയാക്കി നമുക്കിത് മാറ്റാൻ കഴിയും. അതിന് നിങ്ങളുടെ